കുറ്റക്കാരായിട്ടുള്ള ആളുകളെ രംഗത്ത് കൊണ്ടുവരുന്നതിനും അവർക്കെതിരെ നടപടിയെടുക്കുന്നതിനും വേണ്ടി നവീൻ ബാബുവിൻ്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ ഈ അന്വേഷണത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കും. ഈ കേസിന്റെ നവീൻ ബാബു മരണപ്പെട്ട ദിവസം മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതിയായ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ നവീൻ ബാബുവിന്റെ ഭവനം സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ PP ദിവ്യയെ പാർട്ടി ഗ്രാമത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷമാണ് 2 ആഴ്ചക്കാലം മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കളിച്ച നാടകം പൊതുസമൂഹം ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ കൂടിയായ സഖാവ് PK ശ്യാമളയാണ് PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയപ്പോൾ സ്വീകരിക്കുവാൻ പോയത്. അപ്പൊ ജനങ്ങളെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തുടക്കം മുതൽ തന്നെ CPMന്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. തുടക്കം മുതൽ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. അതിനുവേണ്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറേറ്റിലേക്കും അതോടൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ ജന്മം കൊണ്ട് പുണ്യമായ മലയാളപ്പുഴ ക്ഷേത്രത്തിന് സമീപം അതിശക്തമായ പ്രതിഷേധ കൂട്ടായ്മയിൽ ഞങ്ങൾ നടത്തി 30-ാം തീയതി മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന്റെ മുൻപിൽ ഉപവാസം നടത്തുകയാണ്. ഇതിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. ഇതിനകത്ത് കാരണക്കാരായ ആളുകൾ ആരാണെന്ന് ഉള്ളതിനെ പറ്റി വ്യക്തമായി വരണമെങ്കിൽ CBI അന്വേഷണം ഉണ്ടായാലേ മതിയാവും. എന്തിനാണ് CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ബഹുമാന്യനും ആദരണീയനുമായ ജനപ്രിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ കള്ളക്കേസെടുത്ത് സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിതായുടെ കയ്യിൽ നിന്നും വെള്ള പേപ്പറിൽ എഴുതി വാങ്ങി കേസെടുത്ത CBI അന്വേഷണത്തിന് വേണ്ടി കേസെടുത്ത CPMന്റെ നേതാവാണ് ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതല്ലല്ലോ വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 57-ലെ സെൽഭരണം പോലെ തന്നെ കോടതിയും പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ എല്ലാം കോടതിയിൽ ആവശ്യപ്പെട്ടു. അത് ഞങ്ങളത് എന്താ തീരുമാനം എടുക്കുന്നതെന്നുള്ളത് വീക്ഷിച്ചുകൊണ്ടിരിക്കും. BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ ഭവനം സന്ദർശിച്ചു. മറ്റ് പാർട്ടിക്കാരൊക്കെ സന്ദർശിച്ചെങ്കിലും അവരാരും CBI അന്വേഷണം ആവശ്യപ്പെട്ടില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ആദ്യമായി ഈ കേസ് തെളിയണമെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്.